ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടേസ്റ്റിയും അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. പാൻ കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഡിന്നറായിട്ടായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് നല്ലവണ്ണം ഇഷ്ടമാവുകയും ചെയ്യും. വെറുങ്ങനെ കഴിക്കാൻ പോലും അടിപൊളി ടേസ്റ്റുള്ളതാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ അധികം ട്രൈ ചെയ്തിട്ടുണ്ടാകും, എന്നാലും ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ദിവസം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ തന്നെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതിന്. അതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാൻ ഇതിനാവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി 2 മുട്ടയ്ക്ക് തന്നെ ഒരുപാട് പാൻ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 2 മുട്ടയിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടാം കുറക്കാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആ 2 മുട്ട നമ്മളൊരു പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചപ്പോൾ മഞ്ഞ മിക്സായിപ്പോയി, കുരുവടക്കം മിക്സായിപ്പോയി ഗൈസ്. എപ്പോൾ മുട്ട പൊട്ടിച്ചാലും ഇത് തന്നെ അവസ്ഥ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ടേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇപ്പം മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞി കുട്ടികൾക്ക് ആണെങ്കിൽ കുറച്ച് മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ലേശം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു നുള്ളുപ്പ്, ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യമേ പഞ്ചസാര നല്ലോണം അലിയിച്ച് വെച്ചാൽ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടും. അതുകൊണ്ട് തന്നെ മുട്ടയും പഞ്ചസാരയും എല്ലാം ഇട്ട ബാറ്റർ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തൊന്ന് സെറ്റായതിനു ശേഷം നമ്മളതിലോട്ടേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഒരു തിക്ക് ബാറ്ററും അല്ല തിന്ന് ബാറ്ററും അല്ല, അതിൻ്റെ നടുക്കുള്ളൊരു ഇതിലായിട്ട് വരണം. അധികം തിക്കാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. വീഡിയോയിൽ കാണുന്നൊരു ടൈപ്പിൽ നമ്മൾ മിക്സാക്കി എടുക്കണം. മൈദപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. കുറച്ച് പണിയുണ്ട്, ഇതിന് മാത്രമേ കുറച്ച് പണിയുള്ളൂ ഒന്ന് മിക്സാക്കി എടുക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഇത് ചുട്ടെടുക്കാനുള്ള തവ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. തവ ചൂടായതിന് ശേഷം ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോ സ്പൂൺ വീതം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് അത്യാവശ്യം വലുപ്പമുള്ളതായി കിട്ടും. പരന്നിട്ട് വരികയാണല്ലോ ചെയ്യാം. അപ്പോൾ എൻ്റെ റൗണ്ട് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്, എൻ്റെതെല്ലാം പരന്നു പോയി. അപ്പോൾ കുറച്ച് റൗണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് ഒരു ഭാഗം ചൂടായി ഒരു ബ്രൗൺ കളറായതിനു ശേഷം അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് രണ്ടും സെയിം ഒരേപോലെ ആയതിനു ശേഷം നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.